ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മരണയുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആ വ്യക്തിയുടെ വിശ്വാസം അതിന് മുഖാന്തരമാണ് എന്ന് നാം ധ്യാനിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുമെന്നുവെങ്കിൽ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെങ്കിൽ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ആർക്കാണ് പൈശാചിക ബന്ധനം എന്നുള്ള മോചനം എന്ന് ചോദിച്ചാൽ, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം യേശുവിലുള്ള വിശ്വാസത്താൽ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പോരാട്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആരാണ് നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, പിശാചാണ് നമ്മുടെ ശത്രു. വചനം പറയുന്നു, പിശാചിനെ അലറുന്ന സിംഹത്തെ പോലെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നോർത്ത് ചുറ്റിത്തിരിഞ്ഞടക്കുക. ഇവിടെ വചനം, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുന്നത്, നമുക്ക് ഒരേ ഒരു ശത്രുവുള്ളൂ, ആ ശത്രു പിശാചാണ്. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ശത്രുക്കൾ യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല. നമ്മൾ കാണുന്ന ശത്രു നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ മുറിവേൽപ്പിച്ച, നമ്മുടെ നാശത്തിന് കാരണമായ, നമ്മുടെ ഹൃദയത്തിൽ മരിച്ചാലും ഞാൻ മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ചില വ്യക്തികളാണ്. അതായത് പല മനുഷ്യരെയാണ് നമ്മൾ ശത്രുക്കളായി കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് മനുഷ്യനല്ല, പിശാചാണ്. നമുക്ക് അദൃശ്യനായൊരു ശത്രുവുണ്ട്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവമുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ദൈവമുണ്ടെങ്കിൽ ഉറപ്പാണ് ദൈവത്തിൻ്റെ ശത്രുവായ പിശാചും ഉണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് നമ്മെ വെറുക്കുന്നു, നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ശത്രുവുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിശാച് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് അദൃശ്യനായ ഈ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ, ഈ ശത്രുവിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ, അതായത് പിശാചിൻ്റെ ആധിപത്യങ്ങൾ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ വലിയൊരു ആയുധമാണ് വിശ്വാസം എന്ന പരിച. ഇതൊരു ആയുധമാണ്. ശത്രുവിൻ്റെ കൂരമ്പുകളെ ജയിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ പോരാട്ടത്തിൽ ആ വ്യക്തി ജയിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിനെ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ, അതായത് വിശ്വാസത്തിൻ്റെ തികവിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ തികവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിശാചിനെ പുറത്താക്കാൻ സാധിക്കും, പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കും, പിശാചിനെ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു എൻ്റെ ദൈവമാണ്, യേശു പിശാചിനെ കുരിശിൽ ജയിച്ച ജയവീരനായ ദൈവമാണ്,
പിശാചിൻ്റെ തലയെ തകർത്ത ദൈവമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ യേശുക്രിസ്തു എൻ്റെ ദൈവമാണെങ്കിൽ, യേശുവിൻ്റെ കർത്താവാണെങ്കിൽ, ഒരു അന്ധകാര ശക്തിക്കും എൻ്റെ മേൽ ആധിപത്യമില്ല. നമുക്കറിയാം, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോവും. വെളിച്ചം വരുമ്പോൾ അന്ധകാരം തനിയെ മാറിപ്പോവും. ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ഒരു വ്യക്തിയെ അന്ധകാരത്തിൻ്റെ പിശാചിൻ്റെ അടിമ മുഖത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സംഭവിച്ച കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സംഭവിച്ച കാര്യമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവർ ഒക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യം അടുത്തു വന്നപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം അരികിൽ വന്നപ്പോൾ, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചും കൊണ്ട് വിട്ടുപോയി. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഒരു വ്യക്തിയിൽ വെളിപ്പെട്ട പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥന സമയത്ത് ഈ പിശാച് എന്ത് ചെയ്ത് വിട്ടുമാറി പോകുന്നില്ല. കർത്താവ് സന്ദേശം നൽകി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവരിക. അവിടെ കത്തോലിക്ക സഭയിൽ നടക്കുന്നൊരു ധ്യാനമായിരുന്നു അത്. ആ ധ്യാനത്തിൽ മദ്ബഹായിൽ, ബലിവേദിയിൽ, അരളിക്കായിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുക. ആ സമയത്ത് ഈ സന്ദേശം കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ്റെ കയ്യിൽ കാര്യം അറിയിച്ചു. ആ ബഹുമാനപ്പെട്ട വൈദികൻ തിരുവസ്ത്രങ്ങൾ ധരിച്ച് അപ്പുറം ഇപ്പുറം മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഈ വിശുദ്ധ കുർബാന കയ്യിലെടുത്തുകൊണ്ട് ഈ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഈ വ്യക്തി കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വരിക. ആ വൈദികൻ ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം, വിശുദ്ധ കുർബാനയും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം 2 ദിവസമായിട്ട് ബന്ധിച്ചിട്ടും ബഹിഷ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ശാസിച്ചിട്ടും വിട്ടുപോകാതിരുന്ന ദുരാത്മാവ് ആലറി നിലവിളിച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട വൈദ്യൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം തൊട്ടടുത്ത് വന്നപ്പോൾ ആലറി നിലവിളിച്ചുകൊണ്ട് ഈ വ്യക്തി വിട്ടുപോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ സാന്നിധ്യം അടുത്ത് വന്നപ്പോൾ ചില രോഗികളിൽ വെളിപ്പെട്ട പിശാച് അലറി നിലവിളിച്ചുകൊണ്ട് വിട്ടുപോയെങ്കിൽ ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാനയാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം, ദൈവവചനമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം, ദൈവസ്നേഹമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പിശാച് ആലറി നിലവിളിച്ചുകൊണ്ട് ആ വ്യക്തിയെ വിട്ടുപോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നോ, ആര് യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ കർത്താവ് ദൈവമായി സ്വീകരിക്കുന്നോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പിശാച് വിട്ടുമാറിപ്പോവും. വെളിച്ചം വരുമ്പോൾ അന്ധകാരം തനിയെ മാറിപ്പോകുന്ന പോലെ ദൈവസ്ഥാനത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പിശാചിൻ്റെ ആധിപത്യം നമ്മൾ വിട്ടുപോകുന്നു. വീണ്ടും കർത്താവ് അതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, അവൻ്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ എന്ന് പറഞ്ഞാൽ അപസ്മാര രോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ പല ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. യേശുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അനേകം രോഗികളിൽ നിന്ന് യേശു സൗഖ്യം നൽകിയത് അവരിലുള്ള ഭൂതത്തെ പുറത്താക്കിയാണ്. അപ്പോൾ അന്ന് പല രോഗത്തിൻ്റെ മൂലകാരണം പിശാചിൻ്റെ ആധിപത്യമായിരുന്നു. ഇന്നും അതുപോലെ തന്നെ അനേകം പിശാചിൻ്റെ ആധിപത്യം പല രോഗങ്ങളും പല പ്രശ്നങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഈ പിശാചിനെ ബഹിഷ്കരിച്ചൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില വ്യക്തികൾ വെളിപ്പെട്ട പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, നീ എന്തിനാ ഈ വ്യക്തിയിൽ കയറി വന്നത്, എന്തിനാ ഈ വ്യക്തിയിൽ നീ കയറി കൂടിയത്? അപ്പോൾ ചോദിക്കുകയാണ്, ഇവനെ നശിപ്പിക്കാൻ, ഇവളെ നശിപ്പിക്കും. എങ്ങനെ നശിപ്പിക്കും? ഞാൻ ഇവൾക്ക് രോഗം നൽകും, കടബാധ നൽകും, മദ്യപിക്കാൻ പ്രേരിപ്പിക്കും, പുകവലിക്കാൻ പ്രേരിപ്പിക്കും, പ്രേമിക്കാൻ, തെറ്റായ സ്നേഹബന്ധം ഞാൻ പ്രേരിപ്പിക്കും, വ്യഭിചാരം ചെയ്യാൻ, ഇങ്ങനെ സകല പാപങ്ങൾ ചെയ്ത് പാപത്തിന് അടിമപ്പെടുത്തി ഇവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഇത് പിശാച് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്.
ഞാൻ ഇവരെ നശിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ പിശാച് നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ ശാസിക്കാൻ, ബഹിഷ്കരിക്കാൻ ഒരേ ഒരു മാർഗം യേശുവിൻ്റെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാനയിലൂടെ എഴുന്നള്ളി വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം, വചനമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം, ദൈവവചനമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം, ദൈവ സ്നേഹമാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം. ഈ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ് യേശുവിൻ്റെ പരിശുശ്രൂഷകാലത്ത് അനേകം രോഗികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ, ഭൂതങ്ങളെ ബഹിഷ്കരിക്കാൻ യേശുവിന് സാധിച്ചത്. ഇവിടെ വീണ്ടും വചനം പറയുന്നു, മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൻ അനേകരെ സൗഖ്യമാക്കിയാൽ ബാധകളുള്ളവർ ഒക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കൊണ്ടിരുന്നു. അപ്പോൾ ബാധകളുള്ള, പിശാച് ബാധയുള്ളവർ, പൈശാചി ബന്ധനമുള്ളവർ യേശുവിനൊന്ന് തൊടുവാൻ തിക്കിത്തിരക്കൊണ്ടിരുന്നു. കാരണം യേശുവിനൊന്ന് തൊടുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ തൊടുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അവരിൽ നിന്ന് പിശാചുക്കൾ അലറി നിലവിളിച്ചുകൊണ്ട് അവർ വിട്ടുപോയിരുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം പരിശോധിക്കുമ്പോൾ, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാരെ സൗഖ്യം വരുത്തി. അതായത് യേശു വാക്കുകൊണ്ട്, ദൈവവചനം കൊണ്ട്, യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനം കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കി സകല രോഗികൾക്കും സൗഖ്യം നൽകി. അപ്പോൾ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന സകല രോഗികൾക്ക് യേശു സൗഖ്യം നൽകിയത് വചനമയച്ച് ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ വിട്ടുമാറി കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ചു. മർക്കോസിന്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ, യേശുവിൻ ശിഷ്യന്മാരും ഗദരദേശത്ത്, അവർ കടലിനക്കരെ ഗദരദേശത്തെത്തിയപ്പോൾ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ചെല്ലുക, യേശുവിൻ്റെ അരികിൽ ഓടിച്ചെല്ലുക. അതിന് പറയുന്നു, അവൻ്റെ പാർപ്പ് കല്ലറയില്ല. ഇവൻ അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനാണ്. അവൻ്റെ പാർപ്പ് കല്ലറയില്ല. അവനെ ആർക്കും ചങ്ങല കൊണ്ടും ബന്ധിച്ചുകൂടായിരുന്നു. പലപ്പോഴും അവന് വിലങ്ങ് കൊണ്ട്, ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. അതായത് വലിയ ബലമുള്ള ഇരുമ്പിൻ്റെ ചങ്ങല അവൻ വലിച്ചു പൊട്ടിച്ചു, ഇരുമ്പിൻ്റെ വിലങ്ങ് ഉരുമി ഒടിച്ചു. അതിന് പറയണം, ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. ഇവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഇവൻ ദൂരെ നിന്ന് യേശുവിനെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ഇവനെക്കുറിച്ച് വചനം പറയുന്നത് ഇവനൊരു ഭൂതഗ്രസ്തനാണ്. പക്ഷേ ഇവൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ്റെ നാടൻ ഭാഷയിൽ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, ഇവനൊരു ഭ്രാന്തന, ഒരു മാനസിക രോഗിയാണ്. ഇവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് കൊണ്ട് ബന്ധിച്ചിട്ട് വിലങ്ങ് ഉരുമി ഒടിച്ചു. ആർക്കും അവനെ പിടിച്ച് ബന്ധിക്കാൻ സാധിച്ചു. അത്രമാത്രം ശക്തനായി മനുഷ്യനെ നാടൻ ഭാഷ നമ്മൾ പറയും ഇവനൊരു ഭ്രാന്തനായ മാനസിക രോഗിയാണ്. മാനസിക രോഗിയായ ഭ്രാന്തനായ ഇവൻ, അർത്ഥനഗ്നനായ ഇവൻ, കല്ലുകൊണ്ട് സ്വയം ചതച്ച് മുറിവേൽപ്പിച്ച ഇവൻ, യേശു അവനുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ, അശുദ്ധാത്മാവെ ഈ മനുഷ്യൻ വിട്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ സുബോധമുള്ളവനായി മാറി. വചനം പറയുകയാണ്, അതിൻ്റെ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുകയാണ്, യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു. ആ ദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ ഭയപ്പെട്ടു. മാനസിക രോഗിയായി, മറ്റുള്ളവർക്ക് ശല്യമായി, ഉറക്കെ നിലവിളിച്ചും ചിരിച്ചും രാവും പകലും ബഹളം വെച്ച് നടന്ന, ആർക്കും ബന്ധിക്കാൻ സാധിക്കാതിരുന്ന, സ്വയം ചതച്ചുകൊണ്ട് അർത്ഥനഗ്നനായി മറ്റുള്ളവർക്കൊരു പേടി സ്വപ്നമായി നടന്ന ഇവൻ, അവനുള്ള ഭൂതത്തെ യേശു ശാസിച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച്, അവൻ്റെ മാനസിക രോഗത്തിന് സൗഖ്യം പ്രാപിച്ച് അവൻ സുബോധമുള്ളവനായി യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നത് കണ്ടു. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന പല മാനസിക രോഗങ്ങൾ അത് മാനസിക രോഗമായിരിക്കണമെന്നില്ല. ആ ചില വ്യക്തികളുണ്ടാകുന്ന മാനസിക രോഗം അത് പിശാചിൻ്റെ ആധിപത്യമാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചില മാനസിക രോഗങ്ങൾ മാനസിക രോഗമായിരിക്കണമെന്നില്ല. മാനസിക രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. പക്ഷേ അവരെ അതിന് പ്രേരിപ്പിക്കുന്നതും അടിമപ്പെടുന്നതും പിശാചാണ്. ചില വ്യക്തികളിൽ നിന്ന് യേശുവിൻ്റെ അരികിൽ വന്ന പല മാനസിക രോഗികൾ യേശു സൗഖ്യം നൽകിയത് അവരിലുള്ള ഭൂതങ്ങളെ പുറത്താക്കി അവർക്ക് സൗഖ്യം നൽകി. ഇത് മാനസിക രോഗത്തിൻ്റെ അവസ്ഥ. എന്നാൽ ശാരീരികമായ പല രോഗങ്ങൾക്കും യേശു സൗഖ്യം നൽകിയത് ഭൂതങ്ങളെ പുറത്താക്കിയ.
വചനം പറയുന്നു, മത്തായി സുവിശേഷം 9-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം പറയുകയാണ്, അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. അതായത് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന ഭൂതഗ്രസ്തനായ ഊമനെ. അപ്പോൾ ഇവൻ ഊമനാണെന്ന് മാത്രമല്ല, ഇവനൊരു ഭൂതഗ്രസ്തനാണെന്നും ജനങ്ങൾക്കറിയാം. യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു. അപ്പോൾ അവൻ്റെ സംസാര വൈകല്യത്തിൻ്റെ കാരണം, എൻ്റെ മൂല കാരണം അത് രോഗമായിരുന്നില്ല, അത് വൈകല്യമായിരുന്നില്ല, അത് പൈശാചി ബന്ധനമായിരുന്നു. ഊമനായിരുന്ന ആ വ്യക്തിക്ക് അവനുള്ള ഭൂതത്തെ പുറത്താക്കിയപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ചു. അവൻ സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. അതായത് കുരുടനും ഊമനുമായ ഈ മനുഷ്യൻ്റെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ കാഴ്ച പ്രാപിച്ചു, അവന് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവൻ്റെ വൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ സംസാര ശേഷി നഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം ഇവിടെ വചനം പറയുന്നു അവനുള്ള ഭൂതമായിരുന്നു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവളുള്ള രോഗാത്മാവ് എന്ന് പറഞ്ഞാൽ ഏതാത്മാവായിരിക്കും? പൈശാചികാത്മാവ്. അവൾക്ക് ഈ രോഗത്തിന് കാരണമായ ദുരാത്മാവ്. ആ രോഗാത്മാവിനെ യേശു ശാസിച്ചപ്പോൾ, ബഹിഷ്കരിച്ചപ്പോൾ അവർ നിവർന്നു, അവൾക്ക് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില രോഗങ്ങൾ ഉള്ളത്, രോഗത്തിൻ്റെ ചില കാരണം അത് പിശാചിൻ്റെ ആധിപത്യമാണെങ്കിൽ അതെത്ര മരുന്ന് കഴിച്ചാലും പ്രാർത്ഥിച്ചാലും സൗഖ്യം കിട്ടണമെന്നില്ല. ചില മാറാരോഗങ്ങൾ ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാത്ത ചില രോഗങ്ങൾ, അവരുടെ മേലുള്ള പിശാചിനെ, ആ ആധിപത്യങ്ങളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യേശുവിൻ്റെ അരികിൽ ഒരു ചന്ദ്രരോഗം ബാധിച്ച, ചന്ദ്രരോഗം എന്ന് പറഞ്ഞാൽ അപസ്മാരം, ഫിക്സ് രോഗം ബാധിച്ച ഒരു ബാലനെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വാക്യങ്ങൾ. യേശുവിൻ്റെ അരികിൽ ഒരു ബാലനെ കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവന് വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. അവൻ്റെ രോഗത്തിൻ്റെ കാരണം പിശാചിൻ്റെ ആധിപത്യമായിരുന്നു. അവനുള്ള ഭൂതത്തെ ബഹിഷ്കരിച്ചപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിലാണ് ആദ്യം ഈ രോഗിയെ കൊണ്ടുചെന്നത്. ഈ രോഗിക്ക് സൗഖ്യം നൽകാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണം കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. അവിടെ വിശ്വാസക്കുറവ്, അവിടെ അവിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസം ഈ രോഗിക്ക് സൗഖ്യം നൽകാൻ, ഈ പിശാചിനെ ബഹിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുവിൻ്റെ സാന്നിധ്യവുമാണ് ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, പുറത്താക്കുവാൻ ആ വ്യക്തിയെ സഹായിക്കുന്നത്. ശിഷ്യന്മാർക്കത് സാധിച്ചില്ല, കാരണം അവിടെ അവിശ്വാസം, അവിടെ വിശ്വാസക്കുറവ്. അതുകൊണ്ട് നാം വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ മേലുള്ള എല്ലാ പൈശാചി ആധിപത്യങ്ങളെ ബഹിഷ്കരിക്കുന്ന ദൈവമാണ്. ആ യേശു എന്നും ജീവൻ ദൈവമാണ്. ആ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ആ കർത്താവായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എൻ്റെ സകല പ്രശ്നത്തിന് മതിയായ ദൈവമാണ്. യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിലുള്ള വിശ്വാസവുമാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ സഹായിച്ചതെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ നിറവിൽ നാം ആയിരിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. മർക്കോസ് 16:17 കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം സംഭവിക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ, സാത്താനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. ഇത്രയും നാളും പിശാചിൻ്റെ അടിമ നുഖത്തിലായിരുന്ന, പിശാച് നൽകിയ ചില രോഗങ്ങൾ, പിശാച് നൽകിയ ചില കടബാധ്യതകൾ, പിശാച് നൽകിയ ചില മനസ്സിൻ്റെ വേദനകൾ, ദുഃഖങ്ങൾ, ഇത്രയും നാളും നാം അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യാധികളിൽ നിന്ന്, പിശാച് നമ്മുടെ മേൽ ആധിപത്യമെടുത്ത് നമ്മിൽ നിക്ഷേപിച്ച ചില ആ വ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന പിശാചിനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുക. വിശ്വാസത്താൽ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുക. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാണ്. പിശാചിന് ശക്തിയുണ്ട്, എന്നാൽ പിശാചിൻ്റെ ശക്തിയെ ജയിക്കുന്ന ശക്തിയാണ് ദൈവം എനിക്ക് നൽകുന്ന വിശ്വാസത്തിൻ്റെ ശക്തി. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന, നമ്മുടെ തലമുറയുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ ജയിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അധികാരം, അഭിഷേകം നൽകിയിരിക്കുക. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതഗണങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു പറയുകയാണ്, അവൻ അവരോട്, സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് യേശു അടുത്തൊരു അധികാരം നൽകുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഒരു പിശാചും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. കാരണം ആ പാമ്പുകളെ തേളി ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുക. വിശ്വാസത്താൽ ഈ അധികാരം നമ്മൾ പ്രാപിക്കണം. വിശ്വാസത്താൽ ഈ അധികാരം നമ്മൾ ഉപയോഗിക്കണം. വിശ്വാസത്താൽ ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് നാം ജയം പ്രാപിക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് പിശാചിനെ ഭയമാണ്. പിശാചിനെ ഭയപ്പെടുന്നൊരു വ്യക്തി പിശാചിൻ്റെ അടിമയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ടേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പിശാചിനെ ഭയപ്പെടരുത്. എൻ്റെ സകല പ്രശ്നം കാരണം പിശാചാണെന്ന് പറയരുത്. ആണെങ്കിൽ പോലും, എൻ്റെ പ്രശ്നങ്ങൾ കാരണം പിശാച് ആണെങ്കിൽ പോലും പിശാചാണ് സകല പ്രശ്നത്തിന് കാരണം എന്ന് പറയരുത്. പിശാചിനെ ഭയപ്പെട്ടാൽ പിശാച് നമ്മളെ അടിമയാക്കും. അതുകൊണ്ട് യേശു പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും പിശാചിനെ ജയിക്കാനുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ തകിൽ നിന്ന് നമുക്കെതിരെ നിൽക്കുന്ന പിശാച് വെറും കൃമിയായി, വെറും പൊടിയായി, വെറും ചാരമായി നാം കണ്ടുകൊണ്ട് ഈ പിശാചിനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയുവാൻ ദൈവം നമുക്ക് അധികാരവും അഭിഷേകവും നൽകിയിരിക്കുക. ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തന്നെ അറിയുമ്പോഴാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അധികാരവും ശക്തിയും അഭിഷേകവും എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് പിശാചിനെ ജയിക്കാൻ സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ നാം നിസ്സാരമായി പറഞ്ഞ് പലപ്പോഴും നമ്മളെ തന്നെ പിശാചിനെ അടിയറ വയ്ക്കുക. പിശാചിനെ ഭയപ്പെട്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ വലുതായി കണ്ടുകൊണ്ട്, പിശാച് അലറുന്ന സിംഹം പോലെ എന്ന് പറയുന്നത് സിംഹമായിട്ടല്ല പറയുന്നത്. സിംഹത്തെ പോലെ ആർക്കുമാകാൻ സാധിക്കും. സിംഹത്തെ പോലെ ഒരു പൂച്ചയ്ക്കാകാൻ സാധിക്കും. സിംഹത്തെ പോലെ കാണിക്കാൻ ഒരു പട്ടിക്ക് സാധിക്കും. ഈ സിംഹത്തെ പോലെ ഏത് മൃഗത്തിനും സിംഹത്തെ പോലെ കാണിക്കാൻ സാധിക്കും. പക്ഷെ സിംഹമായി തീരാൻ സിംഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അലറുന്ന സിംഹത്തെ പോലെയാണ് പിശാച്, സിംഹമല്ല. അത് തിരിച്ചറിയണം. പിശാചിന് ശക്തിയുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയില്ല. ദൈവമായി തീരുവാൻ ഒരിക്കലും പിശാചിന് സാധിക്കുകയില്ല. പിശാച് ദൈവമാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഒരിക്കലും പിശാചിന് ദൈവമാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ്, പിശാചിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വിശ്വാസത്താലുള്ള ശക്തിയാൽ പിശാചിനെ ജയിക്കാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക. അതിനെ പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെ ചവിട്ടുവാൻ, നിർവീര്യമാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. ഈ അധികാരവും വിശ്വാസത്താൽ നാം പ്രാപിച്ച്, വിശ്വാസത്താൽ പിശാചിനെ മത്സരിക്കുവാൻ, പോരാടുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുക. ഈ ഒരു ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ
ജയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഒരു അദൃശ്യനായ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യനായ ശത്രു ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തമോടല്ല, പിശാചിനോടാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നീ തന്നിരിക്കാൻ സ്തോത്രം. എന്നാൽ പിശാച് വെറും കൃമിയാണ്, വെറും പൊടിയാണ്, വെറും ചാരമാണ് തിരിച്ചറിഞ്ഞ് പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാൻ അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ്, ഞങ്ങൾക്ക് പരിചയമാണ് വിശ്വാസം എന്നുള്ള ഉറപ്പോട് ധൈര്യത്തോടും കൂടി കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്താൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്ന അധികാരത്താൽ എല്ലാ ഞങ്ങളെ സ്വാധീനിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്ന, ഞങ്ങളുടെ തലമുറയെ സ്വാധീനിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെ, എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ ജയിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഇത് അവിടുന്ന് മാത്രം എടുക്കണം. ഞങ്ങളുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരവും അഭിഷേകവും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. വിശ്വാസത്താൽ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന, വിശ്വാസത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്ന, വിശ്വാസത്താൽ പിശാചിന്റെ തലയെ തകർക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരവും ശക്തി അഭിഷേകവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജയം പ്രാപിക്കുവാൻ, പിശാചിനെതിരെ പോരാടി ജയം പ്രാപിക്കുവാൻ ഞങ്ങൾ സഹായിക്കണം കർത്താവേ. അതിനുള്ള കൃപയും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് വിശ്വാസത്താൽ തന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ തലമുറയുടെ മേൽ ആധിപത്യം എടുക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിൻ്റെ തലയെ തകർക്കുവാൻ പിശാചിൻ്റെ ശത്രുവായി നൽകിയ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതകളാക്കുമെന്ന് പിശാചിൻ്റെ മുഖത്ത് നോക്കി പിശാച് നൽകിയ ശത്രുവായ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും പിതാവിന് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Maria.